സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലിനെ കുറിച്ചും റഷ്യയുടെ വിരട്ടലേറ്റ ട്രംപിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് പറയാം. അതിനുശേഷം പുടിന്റെ തുടർ നീക്കങ്ങളെക്കുറിച്ചും അതിൽ പ്രകോപിതനായി ട്രംപ് ചെന്ന് വീഴുന്ന അപകടങ്ങളെക്കുറിച്ചും പറയാം. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് അമേരിക്കൻ ആർമിയുടെ മുൻ കേണൽ ലോറൻസ് വിൽക്കർസൺ ആണ്. അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: ഇറാനുമായുള്ള സംഘർഷത്തിലേക്ക് അമേരിക്കയെ ഇസ്രയേൽ വലിച്ചിഴയ്ക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണം ഇറാനെ ഇസ്രയേലിന് പേടിയായതുകൊണ്ടാണ്. ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിച്ചാൽ തങ്ങൾ നശിക്കുമെന്ന് ഇസ്രയേലിന് നന്നായി അറിയാമെന്നും വിൽക്കർസൺ പറയുന്നു. അതുകൊണ്ടാണ് ഈ സംഘർഷത്തിലേക്ക് അമേരിക്കയെ നെതന്യാഹു മനഃപൂർവ്വം വലിച്ചിഴച്ചത്. എന്നാൽ ഇറാൻ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രമായാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറയുന്നു. അവർ സംയമനം പാലിച്ചു. ഇസ്രയേലിലെ സിവിലിയൻ സ്ഥലങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇറാൻ ഒഴിവാക്കി. അതുകൊണ്ടാണ് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ മരണസംഖ്യ കുറവായതെന്നും വിൽക്കർസൺ കൂട്ടിച്ചേർക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് ഈ വിൽക്കർസൺ. അമേരിക്കൻ രാഷ്ട്രീയ നിരൂപകനായ ജാക്സൺ ഹിങ്കലുമായി ടെലിവിഷൻ ഷോയിൽ സംസാരിക്കുമ്പോഴാണ് വിൽക്കർസൺ ഈ സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ ശക്തിയെക്കുറിച്ച് വിൽക്കർസൺ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇറാനും ഇസ്രയേലുമായുള്ള 12 സംഘർഷത്തിന് ശേഷം ജൂൺ 23 പെട്ടെന്ന് അമേരിക്കയും ഖത്തറും ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും വിൽക്കർസൺ വിശദീകരിക്കുന്നുണ്ട്. ഇറാന്റെ മിസൈലുകളുടെ ശക്തിയെക്കുറിച്ച് ഇസ്രയേലിന് ഒരു ഏകദേശ രൂപം കിട്ടിയതുകൊണ്ടാണ് വെടിനിർത്തലിന് നെതന്യാഹു സമ്മതിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചില സൂപ്പർ മിസൈലുകൾ തങ്ങളുടെ പേര് കേട്ട ആരോ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിക്കുന്നതാണെന്ന് ഇസ്രയേലിന് മനസ്സിലായി. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ താഡ് കൊണ്ടോ പാട്രിയറ്റ് കൊണ്ടോ ഈ മിസൈലുകളെ തകർക്കാൻ പറ്റില്ല എന്നും ഇസ്രയേലിന് ബോധ്യമായെന്നും വിൽക്കർസൺ പറയുന്നു. മാത്രമല്ല, ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേൽ വലിയ തിരിച്ചടിയും നേരിട്ടു. ഇതോടെയാണ് നെതന്യാഹു ഈ സംഘർഷത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചത്. തുടർന്നാണ് ജൂൺ 22 ഇറാന്റെ 3 ആണവോർജ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളും ടോമാഹാക്ക് മിസൈലുകളും പ്രയോഗിച്ചത്. ഇറാനെ വീണ്ടും ആക്രമിക്കാൻ തീരുമാനിച്ചാൽ നെതന്യാഹു അമേരിക്കയെ അതിലേക്ക് ഉൾപ്പെടുത്തുമെന്നും വിൽക്കർസൺ ഉറപ്പിച്ചു പറയുന്നു. താൻ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾക്കായി അമേരിക്കയെ അതിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഏക മാർഗമെന്ന് നെതന്യാഹുവിന് നന്നായി അറിയാം. അമേരിക്കയ്ക്കും ഇറാന്റെ ശക്തി നന്നായി അറിയാം. അതിനാൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ ഇസ്രയേൽ നശിപ്പിക്കപ്പെടും എന്നതുകൊണ്ട് താല്പര്യമില്ലെങ്കിൽ പോലും അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കുമെന്നും അദ്ദേഹം ഈ ടെലിവിഷൻ ഷോയിൽ തുറന്നു പറയുന്നുണ്ട്. ഇനിയും ഇറാനെ ആക്രമിച്ചാൽ നെതന്യാഹു നേരത്തെ പറഞ്ഞ തന്ത്രം തന്നെ പയറ്റും. കാരണം ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിച്ചാൽ ഇസ്രയേൽ പരാജയപ്പെടുമെന്നും അദ്ദേഹം ഈ ഷോയിൽ ആവർത്തിച്ച് പറയുന്നു. 12 യുദ്ധസമയത്ത് തന്നെ ഇറാന്റെ മിസൈൽ ശക്തിയെക്കുറിച്ചും കാലാൾപ്പടയുടെ ശക്തിയെക്കുറിച്ചും ഇറാനെ നന്നായി അറിയാവുന്ന വിദേശകാര്യ വിദഗ്ധൻ ഭദ്രകുമാർ സാറിനെ പോലുള്ളവർ ചാനൽ ചർച്ചകളിൽ പറഞ്ഞിരുന്നു. ഇസ്രയേൽ ഇനിയും മുന്നോട്ട് പോയാൽ അവർക്ക് വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ചാനൽ ചർച്ചകളിൽ സൂചിപ്പിച്ചിരുന്നു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അന്ന് പേജ് 10 സ്റ്റോറീസ് ചെയ്ത പല വീഡിയോകളുടെയും താഴെ ഇസ്രയേൽ അനുകൂലികളായ പലരും ഇട്ട തെറി കമന്റുകളാണ് ഈ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് വീഡിയോകളിലെല്ലാം ഞാൻ പറഞ്ഞത് ഇറാന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ മിസൈലുകളുടെ പ്രഹരശേഷി എന്താണെന്നും അത് എത്ര ദൂരം വരെ എത്തുമെന്നും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ അവരുടെ സഖ്യരാജ്യമായ റഷ്യയ്ക്ക് പോലുമോ അറിയില്ല എന്നതാണ്. കാരണം ഇറാനിയൻ ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ വികസിപ്പിച്ചിരിക്കുന്നത് തദ്ദേശീയമായ സാങ്കേതിക വിദ്യയുള്ള മിസൈലുകളും ആയുധങ്ങളുമാണ്. റഷ്യയും ചൈനയും എല്ലാം ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് നൽകുന്ന ആയുധങ്ങളിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അല്ല ഇറാൻ അവർ സ്വന്തം സേനയ്ക്ക് നൽകുന്ന ആയുധങ്ങളിൽ ഉപയോഗിക്കുന്നത് എന്ന് ചില സാങ്കേതിക വിദഗ്ധരും സംശയം പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം സൂക്ഷ്മതയോടെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള അപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാനെന്നും ഈ 12 സംഘർഷ സമയത്ത് പലരും സൂചിപ്പിച്ചിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ലോറൻസ് വിൽക്കർസനും പറയുന്നത്. എതിർ രാജ്യങ്ങളിൽ ചൂഴ്ന്നു കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയാണ് മിക്കപ്പോഴും ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ചില ചാരപ്രവർത്തനങ്ങളിൽ ഇസ്രയേലിന് വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും അതൊന്നും പൂർണ്ണമല്ല. ആ നിലയ്ക്ക് പറയുമ്പോൾ ഇറാൻ രഹസ്യങ്ങളുടെ കൂമ്പാരമാണ് എന്നാണ് ചില പാശ്ചാത്യ വിദേശകാര്യ വിദഗ്ധന്മാർ തന്നെ പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇറാനെ പേടിക്കുന്നത്, അവരെ ആക്രമിക്കുമ്പോൾ അമേരിക്കയെ കൂട്ടുപിടിക്കുന്നത്. 12 യുദ്ധം ഇനിയും മുന്നോട്ട് പോയാൽ അത് അമേരിക്കയെ പോലും വലിയ രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ്
ട്രംപ് മുൻകൈയെടുത്ത് വെടിനിർത്തൽ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, തങ്ങളുടെ തന്ത്രപ്രധാനമായ ഖത്തർ വ്യോമ കേന്ദ്രം ആക്രമിച്ച ഇറാനെ ട്രംപിനെ പോലെ പക കൊണ്ട് നടക്കുന്ന ഒരു ഭരണാധികാരി വെറുതെ വിടുമോ? ഇല്ല. അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും അതൊന്നും ശരിയല്ലെന്ന് പിന്നീട് പെന്റഗണിൽ നിന്ന് തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, ഇസ്രയേൽ ഫ്രാൻസിന് കൊടുത്ത രഹസ്യാന്വേഷണ റിപ്പോർട്ടും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്കോ തങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം തന്നെയാണ് ഇറാന്റെ ശക്തി. അവരുടെ ശാസ്ത്രജ്ഞരെ കൂട്ടത്തോടെ വധിച്ച് അവരുടെ ആയുധശക്തിയും സാങ്കേതിക വിദ്യയും ഇല്ലാതാക്കാനാണ് ഇസ്രയേൽ മറ്റൊരു രീതിയിൽ ശ്രമിച്ചത്. എന്നാൽ അതും ഇറാന് മുന്നിൽ ഏശിയിട്ടില്ല. അതിന് കാരണം എല്ലാ ആയുധ രഹസ്യങ്ങളും ഇറാൻ സൂക്ഷിക്കുന്നത് ചില നിഗൂഢമായ രീതികൾ പിന്തുടർന്നുകൊണ്ടാണ്. അതായത് ഒരു ആയുധ രഹസ്യങ്ങളും ഒരു ശാസ്ത്രജ്ഞന്റെയും വ്യക്തി രഹസ്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും വധിച്ചാൽ ഈ രഹസ്യങ്ങൾ ഇല്ലാതാക്കാൻ പറ്റില്ല. എന്തായാലും വിൽക്കർസൺ പുതിയ വെളിപ്പെടുത്തൽ ഇസ്രയേലിനെ സംബന്ധിച്ച് കൂടുതൽ നാണക്കേട് നൽകുന്നതാണ്. നെതന്യാഹുവിന്റെ കുടില തന്ത്രങ്ങൾ കൂടുതൽ വെളിപ്പെടുകയാണ്. ഇറാൻ പറഞ്ഞതാണ് സത്യമെന്ന് കൂടുതൽ ബോധ്യമാവുകയാണ്. മാത്രമല്ല, ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും കൂടുതൽ വ്യക്തമായി പുറത്തു വരികയാണ്. അതിനിടെ പുടിന്റെ ആണവായുധ പരീക്ഷണങ്ങളിൽ ആകെ വിളറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ ട്രംപ് അമേരിക്കയുടെ യുദ്ധകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ്. മറ്റ് രാജ്യങ്ങളെക്കാൾ ആണവായുധങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെടുന്നു. ട്രംപിന്റെ ഓഫീസ് ഇരിക്കുന്ന വാഷിംഗ്ടണിനെ പോലും ലക്ഷ്യമിടാൻ കഴിയുന്ന 14,000 കിലോമീറ്റർ ദൂരപരിധി ഉള്ള ബ്യൂറോവെസ്നിക് ക്രൂയിസ് മിസൈൽ റഷ്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇതിന്റെ പ്രഖ്യാപനത്തിന് ആർമി യൂണിഫോമുമായി പുടിൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അതെല്ലാം വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിരുന്നു. റഷ്യക്കെതിരെ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പുടിന്റെ ഈ നീക്കം. ഇതിനെതിരെ ട്രംപ് രംഗത്ത് വന്നെങ്കിലും രണ്ടാമതും ആണവശേഷിയുള്ള ആയുധം പരീക്ഷിച്ചാണ് റഷ്യ അതിന് മറുപടി നൽകിയത്, ട്രംപിന് മറുപടി നൽകിയത്. ആണവശേഷിയുള്ള പൊസൈഡൻ എന്ന അണ്ടർ വാട്ടർ ഡ്രോണാണ് റഷ്യ രണ്ടാമത് വിജയകരമായി പരീക്ഷിച്ചത്. ഈ ഡ്രോണിന് വലിയ വേഗതയിലും ആഴത്തിലും സഞ്ചരിക്കാൻ കഴിയുമെന്നും അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്നും പുടിൻ അവകാശപ്പെട്ടിരുന്നു. ഇതോടെയാണ് പ്രകോപിതനായ ട്രംപ് അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. എന്തായാലും പുടിന്റെ വിരട്ടൽ ഏറ്റെന്നുള്ള കാര്യം വ്യക്തമാണ്. അമേരിക്ക അവസാനമായി ആണവ പരീക്ഷണം നടത്തിയത് 1992-ലാണ്. 1996 ഒപ്പിട്ട കോംപ്രഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി അഥവാ CTBT പ്രകാരം ഭൂരിഭാഗം രാജ്യങ്ങളും ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ആണവ പരീക്ഷണം നടത്തിയത് ഉത്തര കൊറിയയാണ് 2017. 2023 റഷ്യ ഞാൻ നേരത്തെ പറഞ്ഞ ട്രീറ്റിയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും ആണവ പരീക്ഷണം ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ മാത്രമാണ് റഷ്യ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അമേരിക്ക പരീക്ഷിക്കാൻ പോകുന്നത് ആണവ ആയുധങ്ങൾ തന്നെയാണ് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ അതിന് നല്ല കാലതാമസം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ആണവ പരീക്ഷണം നടത്താനുള്ള സൗകര്യം അമേരിക്കയിലെ നൊവാഡയിൽ ഉണ്ട് എങ്കിലും ഇത് പുനരാരംഭിക്കാൻ ഏകദേശം 36 മാസമെങ്കിലും എടുക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്ക ആണവ പരീക്ഷണം പുനരാരംഭിച്ചാൽ റഷ്യയും പ്രതികരിക്കുമെന്ന് ക്രെംലിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ റഷ്യ മിണ്ടാതിരിക്കുമെന്ന ധാരണ തെറ്റിച്ചുകൊണ്ടാണ് പുടിൻ മുന്നോട്ട് നീങ്ങിയത്. ഇത് അപ്രതീക്ഷിതമായിരുന്നു. ഇത് ട്രംപിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മാത്രമല്ല, ട്രംപ് ദക്ഷിണ കൊറിയയിൽ എത്തിയപ്പോൾ ഉത്തര കൊറിയ നടത്തിയ ക്രൂയിസ് മിസൈൽ പരീക്ഷണവും ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ചൈനയും തങ്ങളുടെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന സൂചനയും ട്രംപിന് മുന്നിലുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ട്രംപ് ആണവ പരീക്ഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ നീക്കം പൊതുവിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതിരോധ ആണവായുധ നിയന്ത്രണ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ നീക്കം അമേരിക്കയുടെ സുരക്ഷയെ ദുർബലപ്പെടുത്താനും ആഗോളതലത്തിൽ പുതിയ ആയുധ മത്സരത്തിന് വഴിവെക്കാനും അന്താരാഷ്ട്ര കരാറുകൾ ലംഘിക്കപ്പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഇറാൻ പോലുള്ള രാജ്യങ്ങളോട് ആണവായുധം നിർമ്മിക്കരുത് എന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശവും അമേരിക്കയ്ക്ക് നഷ്ടമാകും. CTBT പോലുള്ള ആണവ പരീക്ഷണ നിരോധന കരാറുകൾ പ്രകാരം അതിലെ വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ഒപ്പിട്ട രാജ്യങ്ങളോട് അമേരിക്ക വാഗ്ദാനം ചെയ്തിരുന്നു. ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ലോക രാജ്യങ്ങൾക്കിടയിൽ ആ നിലയ്ക്ക് അമേരിക്കയോടുള്ള വിശ്വാസം തന്നെ ഇല്ലാതാകുന്നതിലേക്ക് നയിക്കും. അതായത് ട്രംപിന് കിട്ടുന്ന അടുത്ത തിരിച്ചടിയായി ഇത് മാറാനാണ് സാധ്യത. ഇത് തന്നെയാണ് പുടിൻ എന്ന തന്ത്രജ്ഞൻ ഉദ്ദേശിക്കുന്നത്.
പുട്ടിൻ വിരിച്ച വലയിൽ വീഴുകയാണ് ട്രംപ് എന്നാണ് ഇതുകൊണ്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.